ഹായ്, ഇന്ന് 2025 പുരസ്കാരങ്ങൾ നോക്കാം. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരമാണ്. കേരള സർക്കാരിൻ്റെ 2025 സാഹിത്യത്തിനുള്ള എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയ്ക്ക് ലഭിച്ചു. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ള. ആരാണ്? KG ശങ്കരപ്പിള്ള. രണ്ടാമത്തത് വയലാർ പുരസ്കാരമാണ്. 2025 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് കുമാറിനാണ്. 2025 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ആരാണ്? സന്തോഷ് കുമാർ. സന്തോഷ് കുമാർ ഏതിനാണ്? തപോമയിയുടെ അച്ഛൻ. ഏതാണ്? തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. എന്താണ്? 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. അടുത്തതായി ഓടക്കുഴൽ പുരസ്കാരം നോക്കാം. 2024 ഓടക്കുഴൽ അവാർഡ് K അരവിന്ദാക്ഷന് ലഭിച്ചു. 2024 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? K അരവിന്ദാക്ഷൻ. ഏതാണ് നോവൽ? ഗോപ എന്ന നോവലിന് 2024 ഓടക്കുഴൽ പുരസ്കാരം ആർക്ക് ലഭിച്ചു? K അരവിന്ദാക്ഷന് ലഭിച്ചു. അടുത്തതായി ജ്ഞാനപ്പാന പുരസ്കാരം. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ പ്രൊഫസർ KP ശങ്കരന് ലഭിച്ചു. ജ്ഞാനപ്പാന പുരസ്കാരം 2025 ആരാണ്? KP ശങ്കരൻ. അടുത്തത് ജ്ഞാനപീഠം. 2025 ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ല. അപ്പോൾ 2025 ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി എഴുത്തുകാരനായ വിനോദ് കുമാർ ശുക്ല. ജ്ഞാനപീഠം ആരാണ്? വിനോദ് കുമാർ ശുക്ല. അടുത്തതായി MGS പുരസ്കാരം. കേരള ഹിസ്റ്ററി കോൺഫറൻസ് ഏർപ്പെടുത്തിയ പ്രഥമ MGS പുരസ്കാരം ഡോക്ടർ K ഗോപാലൻകുട്ടി. ആരാണ്? ഡോക്ടർ K ഗോപാലൻകുട്ടി. എന്താണ്? MGS പുരസ്കാരം ഡോക്ടർ K ഗോപാലൻകുട്ടി. അടുത്തത് കേരള പുരസ്കാരം നിങ്ങൾ നോക്കാം. വിവിധ മേഖലകളിൽ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ പുരസ്കാരങ്ങൾ നൽകുന്നത്. വിവിധ കേരള പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കെല്ലാം നോക്കാം. ആദ്യമായി കേരള ജ്യോതി ആരാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ MR രാഘവ വാര്യർ. ഏത് മേഖലയാണ്? വിദ്യാഭ്യാസ മേഖലയിൽ കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ MR രാഘവ വാര്യറാണ്. അടുത്തത് കേരളപ്രഭ പുരസ്കാരം നോക്കാം. കേരളപ്രഭ ആർക്കാണ്? PB അനീഷും രാജശ്രീ വാര്യറുമാണ്. ആരെല്ലാണ്? PB അനീഷ്, രാജശ്രീ വാര്യർ. കേരളപ്രഭ ആരെല്ലാണ്? PB അനീഷ്, രാജശ്രീ വാര്യർ. PB അനീഷ് കാർഷികവും രാജശ്രീ വാര്യർ കല. അടുത്തതായി കേരളശ്രീ പുരസ്കാരം നോക്കാം. ആദ്യമായി ശശികുമാർ മാധ്യമ പ്രവർത്തനമാണ്. അതുപോലെ ഷഹൻ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസം. അടുത്തത് MK വിമൽ ഗോവിന്ദ് സംരംഭമാണ്. അടുത്തത് ജിലുമോൾ മാരിയറ്റ് തോമസ് ഇൻഫ്ലുവൻസറാണ്. അതുപോലെ അഭിലാഷ് ടോമി കായികമാണ്. ആരെല്ലാണ്? ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, MK വിമൽ ഗോവിന്ദ്, ജിലുമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി. അടുത്തതായി ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നോക്കാം. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പാണ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയത്. അടുത്തത് ദീപ ബാസ്തിയാണ് അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ആരാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചോദിച്ചാൽ ദീപ ബാസ്തിയാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടുന്ന ആദ്യത്തെ കന്നഡ കൃതിയാണിത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്